അള്ളാഹുവാണ് എന്ന് പറയുള്ളൂ. നബി വമ്മൽ മുനാഫിഖു വൽ മുശാഹിദ്, കപടവിശ്വാസിയും സംശയമുള്ളവനും പതറിപ്പോകും എന്നാണ്. ഞാൻ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പെട്ടെന്ന് ക്ലിയർ ആവും. ഇപ്പോൾ നമ്മൾ കുട്ടികളെ ചോദ്യം ആൻസറും പഠിപ്പിച്ചു. നമ്മൾ പഠിപ്പിച്ച് വിട്ട സംഗതി ആ ക്ലാസ്സിലെ 30 കുട്ടികളിൽ ഒരു 10 കുട്ടികൾ ശരിക്കും എങ്ങനെയാണോ ആൻസർ പഠിപ്പിച്ചത് അതങ്ങനെ തന്നെ ശരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു 10 പേരിൽ പകുതി പഠിച്ചിട്ടുണ്ടാവും. 10 പേരൊക്കെ ഏകദേശം തപ്പിത്തടഞ്ഞ് പറയുന്ന ആളുകളായിരിക്കും. പിറ്റേ ദിവസം അധ്യാപകൻ ആ ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ അറിയാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒന്നാമത്തെ കുട്ടി എന്ന് പറഞ്ഞാൽ ആ ആദ്യത്തെ 10 പേരിൽ പഠിച്ച കുട്ടിയോട് അധ്യാപകൻ ചോദിച്ച കുട്ടി ആൻസർ പറഞ്ഞു. അപ്പോൾ അധ്യാപകൻ ചോദിച്ചു, അതാണോ അതിൻ്റെ ആൻസർ? അതെ. അപ്പോൾ ഒന്നുകൂടെ അതാണോടാ എന്ന് ഒന്നുകൂടി ചോദിച്ചു. അപ്പോൾ അത് തന്നെയാണ് ആൻസർ എന്ന ഉറപ്പുള്ള യഖീനുള്ള കുട്ടി എത്ര ശക്തമായി മാറ്റി ചോദിച്ചാലും ആൻസർ പറയും. എന്തുകൊണ്ടാണ്? കുട്ടിക്കറിയാം ഇതാണ് ഇതിൻ്റെ ആൻസർ. ചോദ്യത്തിൻ്റെ എത്ര രൂപം മാറിയാലും ശരി ആ കുട്ടി പതറിപ്പോകൂല. കാരണം കുട്ടിക്കറിയാം ഇതാണ് ഇതിൻ്റെ ആൻസർ. രണ്ടാമത്തെ 20 ഉണ്ട്. അതാരാ? ഏകദേശം പഠിച്ച കുട്ടി ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. അപ്പം അധ്യാപകൻ ചോദിച്ചു അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ കുട്ടിക്ക് അതല്ലേ, കുട്ടി പതറി. പിന്നെ രണ്ടാമത് ഉത്തരം കിട്ടൂല. ഒന്നുകൂടിയും പറഞ്ഞേ, കുട്ടി കിട്ടൂല. എന്താ കാരണം? കുട്ടിക്ക് സംശയമായിപ്പോയി. എന്താ കാരണം? കുട്ടിക്ക് ആ വിഷയത്തിൽ ഉറപ്പില്ല. ഇതേ ചോദ്യമാണ് ഖബർ മൻ റബ്ബുക. മലക്ക് ചോദിക്കും ആരാണ് നിന്റെ റബ്ബെന്ന്. അപ്പോൾ നബി പറയാണ് മുഅ്മിനും മൂഖിനുമായ വിശ്വാസി മാത്രമേ പറയുകയുള്ളൂ. മലക്ക് എത്ര ഗൗരവത്തോടു കൂടി ചോദിച്ചാലും അയാൾ പറയും എൻ്റെ റബ്ബ് അല്ലാഹുവാണ്. സംശയമുള്ളവൻ, ഏകദേശ ധാരണയുള്ളവൻ എന്തു ചെയ്യും? പതറിപ്പോവും. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ നടപടി തുടങ്ങുന്നത് ഖബറിലാണ്. അപ്പോൾ അതിന് എന്തു വേണം? ഈ മലക്ക് എത്ര ശക്തമായ ഭാഷയിൽ എങ്ങനെയെല്ലാം ചോദിച്ചാലും നമ്മുടെ മനസ്സിൽ ശരിക്കും അറിഞ്ഞ അല്ലാഹുവാണെങ്കിൽ ഒരു നിലക്കും നമ്മൾ ഉത്തരം പറയാൻ പതറിപ്പോവില്ല. അപ്പം ആ പതർച്ച വരാതിരിക്കാനാണ് ഈ സൂചിപ്പിച്ചതർത്ഥം. അപ്പം ഞാൻ പറഞ്ഞത് അല്ലാഹുവിനെ കുറിച്ച് എന്തുണ്ടാകണം? ഒരു 99% അറിവുണ്ടായാൽ മതിയോ? പറ. പിന്നെ 101 വേണോ? വേണ്ട. 101 വേണ്ട. അല്ലാഹുവിനെ അറിയേണ്ട വിഷയത്തിൽ 99% ഫഅലം എന്നതിൽ അയാൾക്ക് എത്തൂല. ഇതെന്ത് വേണം? 100% അല്ലാഹുവിനെ അറിയേണ്ടത്. അതെവിടെ നിന്നായിരിക്കണം? ആ സോഴ്സിൽ നിന്നായിരിക്കണം. അതുകൊണ്ട് ഞാൻ ഖുർആനിലും ഹദീസിലും പരിചയപ്പെടുത്തിയ അല്ലാഹുവിനെ മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ. എൻ്റെ മനസ്സിൽ ഞാൻ ഖുർആനിൽ നിന്നും സുന്നത്തിനും പഠിച്ചുകൊണ്ട് എനിക്ക് നല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്. അല്ലാഹുവിന് കൈയുണ്ട്. സംശയമുണ്ടോ? അല്ലാഹുവിന് കൈയുണ്ട്. സംശയമുണ്ടോ? അതെ. എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക്? യദുല്ലാന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഉറപ്പാണ്. അല്ലാഹുവിന് കണ്ണുണ്ട്. ഖുർആനില് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നബി വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാഹുവിന് മൂക്കുണ്ടോ? അല്ലാഹുവിന് മൂക്ക് ഉണ്ടോ? എന്താ നിങ്ങൾ ഉത്തരം പറയാത്ത? അപ്പം മനസ്സിലായി ഖുർആനും സുന്നത്തിൽ നിന്ന് അല്ല നിങ്ങൾ പഠിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഖുർആനിനും സുന്നത്തിൽ നിന്ന് മനസ്സിലാക്കിയ അല്ലാഹുവിനെ അല്ല നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് മനസ്സിലായില്ല. എന്തുകൊണ്ട് നമ്മൾ അല്ലാഹുവിന് മൂക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല? എന്തുകൊണ്ട്? ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടില്ല. ഖുർആനിലും ഹദീസിലും അല്ലാഹുവിനെ എങ്ങനെയാണ് എന്ന് പരിചയപ്പെടുത്തിയത് അതേ വിശ്വസിക്കുന്നുള്ളൂ. അതേ നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ
വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഖുർആനിലും ഹദീസിലും പരിചയപ്പെടുത്തിയ അള്ളാഹുവിനെ നമ്മൾ അറിയണം എന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞതിനർത്ഥം. ഇനി ഈ അറിവിന് ഒരു സാങ്കേതിക പദം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ അറിവിന് നമ്മൾ മദർസ മുതൽ കേൾക്കണം. എന്താ ഇത് അറബിയാക്കിയാൽ നിങ്ങൾ അള്ളാഹുവിൽ നമുക്ക് ഈമാൻ വേണമെന്ന് പറയും കേട്ടെ. എന്താ ഈമാൻ്റെ അർത്ഥം? വിശ്വാസം. വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഈമാൻ എന്ന പദത്തിന് വിശ്വാസം എന്ന അർത്ഥമില്ല. അഖീദ എന്ന അറബി പദത്തിൻ്റെ അർത്ഥമാണ് വിശ്വാസം. മദ്രസയിലെ വിശ്വാസ കാര്യങ്ങൾക്ക് നിങ്ങൾ ഈമാൻ എന്നാ പഠിച്ച, അഖായിദ് എന്നല്ലേ പഠിച്ച അല്ലേ? മദ്രസയിലൊക്കെ അഖായിദ് എന്നല്ലേ? അതെന്താ? വിശ്വാസ കാര്യങ്ങളാണ്. പിന്നെ എങ്ങനെ ഈമാൻ കിട്ടിയത്? ഈമാൻ അത് മലയാളത്തിൻ്റെ ഒരു കുറവാണ്. അറബി ഭാഷയിലെ പദങ്ങൾ വിശദീകരിക്കുമ്പോൾ മലയാള ഭാഷ ചുരുങ്ങിപ്പോവും. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് ഇൽമു വേണം. ആ ഇൽമിന് ഖുർആൻ പറഞ്ഞ ആത്മീയ വശമാണ് എന്ത്? ഈമാൻ. അപ്പം അള്ളാഹുവിൽ എന്ത് വേണം? നമുക്ക് ഈമാൻ വേണം. അപ്പം എന്താണ് ഈമാൻ എന്നറിയണ്ടേ? എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ? അപ്പോൾ വിശ്വാസം എന്ന അർത്ഥം പറഞ്ഞു. നമ്മൾ തൽക്കാലം ആ അർത്ഥത്തിൽ നിൽക്കാം. ഈമാൻ എന്ന വാക്കിൻ്റെ അർത്ഥം വിശ്വാസം എന്നല്ല. ഖുർആൻ ഉപയോഗിച്ച പദമുണ്ട്. സൂറത്തുൽ ഖുറൈശിൻ്റെ അവസാനം അല്ലദീന ആമനഹും മിൻ ഖൗഫ്. ഈമാൻ, അംനുൻ, ഈമാൻ, മുഅ്മിൻ, ആമിന, ഇതൊക്കെ അംനുൻ എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. അംനുൻ എന്നതിൽ നിന്നാണ് ഈമാൻ വരുന്നത്. അതാണ് മുഅ്മിൻ വരുന്നത്. അംനുൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞത് അല്ലദീന ആമനഹും മിൻ ഖൗഫിൻ, ഭയത്തിൽ നിന്ന് അവർക്ക് നിർഭയത്വം കൊടുത്തു എന്നാണ്. ഭയം ഇല്ലാത്ത സാഹചര്യത്തിനാണ് അറബി ഭാഷയിൽ എന്തു പറയുക? ഈമാൻ. ഏത് ഭയം? റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പാമ്പ് കടിക്കാൻ വരുന്നു എന്ന് പറയുന്ന ഭയമല്ല. ആ ഭയം, അതിനാണ് ഖൗഫ് എന്ന് പറയാം. ആ ഭയമല്ല. പിന്നെന്താണ്? ഒരു വിശ്വാസി അനുഭവിക്കുന്ന നിർഭയത്വം ഉണ്ടല്ലോ, ഒരു നിർഭയത്വം. നിർഭയത്വം ലോകത്ത് എന്ത് സംഭവിച്ചാലും ശരി പതറിപ്പോകാതെ ഉറച്ചു നിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. അത് ഏതാ? നമ്മുടെ ഈമാനാണ് എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്ത അവസ്ഥക്കാണ് എന്ത് പറയുക? ഈമാൻ എന്ന് പറയാം. അപ്പം അള്ളാഹുവിനെ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ അറിഞ്ഞാൽ അയാളുടെ മനസ്സിൽ എന്തുണ്ടാവും? നിർഭയത്വം ഉണ്ടാകും. ഭയം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാകില്ല. ലോകത്ത് സുഖമായി സമാധാനത്തോടു കൂടി ടെൻഷനില്ലാതെ കിടന്നുറങ്ങുന്ന ഒരു വിഭാഗമുള്ളൂ. അവരാണ് മുഅ്മിനൂകൾ. നമുക്ക് ടെൻഷൻ കൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലോകത്ത് ടെൻഷനില്ലാതെ ഉറങ്ങുന്ന വിഭാഗമാരാണ്? ഈമാനുള്ളവരെന്നാണ്. ഖുർആൻ ഈ പദം വേറെ സ്ഥലത്ത് ഉപയോഗിച്ചിരുന്നത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. തൗഹീദ് ഉൾക്കൊണ്ടു ആ തൗഹീദിൽ ശിർക്ക് ചെയ്യാത്ത ആളുകൾ, ശിർക്ക് കലർന്നിട്ട് പ്യുവർ തൗഹീദാണ്. ആ പ്യുവർ തൗഹീദുള്ള ആളുകൾ ഉലൈക ലഹുമുൽ അംനു, അവർക്ക് ജീവിതത്തിൽ നിർഭയത്വമുണ്ടെന്നർത്ഥം. എന്തെല്ലാം പ്രശ്നം ലോകത്ത് വന്നാലും ശരി അവർ പതറൂല. എന്താ കാരണം? അവർക്ക് നിർഭയത്വമുണ്ടെന്നർത്ഥം. അപ്പം അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ ഈമാൻ ഉൾക്കൊള്ളുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായ? അള്ളാഹുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയുക വഴി ഒരു വിശ്വാസി മനസ്സിൽ ലഭിക്കുന്ന നിർഭയത്വത്തിനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും ആസ്വാദികരമായൊരു വാക്കാണ് ഏത്? അല്ലാഹ്. നമുക്ക് ടെൻഷൻ വന്നു, അല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആശ്വാസമില്ലേ? അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? ഉണ്ട്. അതാണ് ആ പദത്തിൻ്റെ അർത്ഥം. ഞാൻ എൻ്റെ സംസ്ഥാനത്തിൽ മുഴുവൻ ഉപയോഗിച്ചത് അല്ലാഹ് എന്ന പദമാണ്.
ഇനിയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അതിനപ്പുറമുള്ളതും ഹദീസിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ 99 അള്ളാഹ് ഉണ്ടോ? 99 നാമങ്ങളിൽ അള്ളാഹ് ഉൾപ്പെടെയാണോ 99? അല്ല അള്ളാഹു ഈ 99 പുറമെ ആണെന്ന് ചോദിച്ചത്. പറ, 99 ഉൾപ്പെടെ അള്ളാഹു ഉൾപ്പെടെ 99 ആണോ? അതല്ല ഈ 99 അള്ളാഹു എന്നത് ഉണ്ടോ ഇല്ലേ എന്ന് എൻ്റെ സംശയം. ഇല്ല, 99 ഏതില്ല? അല്ല. എന്താ കാരണം? ഇപ്പൊ മനസ്സിലായോ? ഖുർആനും സുന്നത്തിൽ നിന്നല്ല എന്താണ് മനസ്സിലാക്കിയത്? ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിന് 99 നാമങ്ങൾ ഉണ്ട് എന്നാ. അപ്പോൾ അള്ളാഹ് എന്നത് അള്ളാഹുവിൻ്റെ നാമം അല്ല. പിന്നെന്താണ്? അള്ളാഹു എന്നുള്ളത് അള്ളാഹു തനിക്ക് വേണ്ടി സ്വന്തമായി സ്വീകരിച്ച പേരാണ്. മനസ്സിലായ? അള്ളാഹു എന്ന പേര് അള്ളാഹുവിന് വേണ്ടി സ്വന്തമായി സ്വീകരിച്ചതാണ്. അതിന് അറബി ഭാഷയിൽ എന്തില്ല? നിർവചനമില്ല എന്നർത്ഥം. മാത്രമല്ല, നിങ്ങൾ ക്ലിയർ ഉണ്ടാ മനസ്സിലാവുന്ന എനിക്ക് ചോദിക്കണം കേട്ടോ. നിങ്ങൾ ക്ലിയർ ചെയ്ത് പോവാം, സംശയം ചോദിച്ചോ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പം ഈ 99 അള്ളാഹുവിന് 99 ഉണ്ടെന്നാ. അപ്പം അള്ളാഹു എന്നുള്ള പേരെന്താണ്? പറ. അള്ളാഹുവിന് വേണ്ടി സ്വന്തമായി സ്വീകരിച്ച പേര്. അതിന് പരിഭാഷപ്പെടുത്താൻ പാടില്ല. അതിന് ദൈവം എന്ന് പറയാൻ പറ്റൂല, ഈശ്വരൻ എന്ന് പറയാൻ പറ്റൂല, ഗോഡ് എന്ന് പറയാൻ പറ്റൂല, പ്രപഞ്ചനാഥൻ എന്ന് പറയാൻ പറ്റൂല. ഇതൊന്നും ഏതിന് പറ്റൂല? ഗോഡ് എന്നൊക്കെ പറഞ്ഞോ, പക്ഷെ ഖുർആൻ പറഞ്ഞ അല്ല അത്. അള്ളാഹു എന്ന പേരിന് പകരം ഗോഡ് എന്ന പദം ഉപയോഗിച്ചാൽ അത് കുറ്റകരമാണ്. പ്രപഞ്ചനാഥൻ എന്ന് ഉപയോഗിക്കൽ കുറ്റകരം. കാരണം എന്താണ്? അള്ളാഹുവിന് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ അറിയാനാ പറഞ്ഞത്. ബിസ്മില്ലാഹ് എന്നാണ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നാണ്. വമാ ഖദറുല്ലാഹ, അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. അവിടെ ഒന്നും അർ-റഹ്മാനെ മനസ്സിലാക്കിയില്ല എന്നോ റഹീമിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നൊന്നുമല്ല. റഹീമിനെ റഹ്മാനക്കല്ല ആൾക്കാർ മനസ്സിലാക്കി, അള്ളാഹിനെ മനസ്സിലാക്കിയില്ല എന്നാണ്. പിന്നെ ഈ അള്ളാഹു എന്ന പദത്തിന് വേറെ സുരക്ഷിതത്വം ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മുടെ നാവിലൂടെ അള്ളാഹ് പേരിനെ സംരക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? അള്ളാഹു എന്ന പേരിനെ അള്ളാഹു മനുഷ്യർ നാവിലൂടെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇപ്പൊ അബ്ദുൽ ഷുക്കൂർ എന്ന് പേരുള്ളവരെ നമ്മൾ എന്ത് വിളിക്കും? ഷുക്കൂറെ എന്ന് വിളിക്കും. അബ്ദാണ് കളയും. അബ്ദുള്ള എന്ന പേരുള്ളവൻ്റെ ഏതെങ്കിലും ഒരു ആള് അബ്ദ് കളഞ്ഞ അള്ളാന്ന് വിളിക്കുക കേട്ടിട്ടുണ്ടോ? അബ്ദുൽ ഷുക്കൂറിന്റെ അബ്ദുൽ കരീമിന്റെ അബ്ദിനെ കളയും, കരീമെന്ന് വിളിക്കും. ശരിക്കും അങ്ങനെ വിളിക്കാൻ പാടില്ല. വിളിക്കുന്ന അതേ മനുഷ്യൻ, അബ്ദുള്ള എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഒരു അറിവില്ലായ്മ മൂലം അബ്ദുൽ കരീമിന്റെ അബ്ദുൽ കളഞ്ഞ ഒരാള് അബ്ദുള്ളയുടെ അബ്ദ് എന്ത് ചെയ്യില്ല? കളയൂല. എന്താ കാരണം? അത് അള്ളാഹ് സംരക്ഷിച്ചതാ. ആ പേരിനെ അള്ളാഹ് നമ്മുടെ നാവിലൂടെ സംരക്ഷിച്ചതാണെന്നർത്ഥം. ലോകത്ത് ഒരാളും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു എന്ന പേരിന് എന്തില്ല? നിർവചനം ഇല്ല. എന്തുകൊണ്ട്? അത് അള്ളാഹുവിന് സ്വന്തമായി സ്വീകരിച്ച പേരാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെയാണ് അറിയേണ്ടത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ബാക്കിയുള്ളതൊക്കെയോ അർ-റഹ്മാൻ അർ-റഹീം എന്നുള്ളത് 99 അള്ളാഹുവിലേക്ക് വന്നു ചേർന്ന പേരുകളാണ്. എന്തുകൊണ്ട്? അർ-റഹ്മാൻ, റഹ്മത്ത് എന്ന കാരുണ്യം അള്ളാഹുവിൽ ഉള്ളത് കൊണ്ട് അള്ളാഹ് റഹ്മാനായി. ഖുദ്റത്ത് ഉള്ളത് കൊണ്ട് അള്ളാഹു ഖദീറായി. അങ്ങനെയാണ് കരീമും ഷുക്കൂറും എല്ലാം വരുന്നത്.
ആ പറയുന്ന സിഫത്ത് അള്ളാഹുവിന് ഉള്ളത് കൊണ്ട് അള്ളാഹു റഹ്മാനു റഹീമുമായി ഒന്ന് സ്വയം സ്വീകരിച്ചത്, മറ്റൊന്ന് വന്നു ചേർന്നത്. മനസ്സിലായ? 99 വണ്ണം വന്നു ചേർന്നതാണ് അള്ളാഹുവിലേക്ക്, മറ്റത് അള്ളാഹ് സ്വയം സ്വീകരിച്ച പേരാണ് അള്ളാഹുവിനെ എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ ആമുഖം പറഞ്ഞത് ഖുർആനിലും ഹദീസിലും പറഞ്ഞ അള്ളാഹുവിനാണ്. ഇപ്പം നിങ്ങൾക്ക് ഖുർആൻ്റെ സൂറത്തിൽ മനസ്സിലായോ? ഇനി ഈ അള്ളാഹുവിനെ നമ്മൾ അറിയേണ്ട ഭാഗമാണ് ഈമാൻ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇതിന് വിശ്വാസപരമായൊരു ഭാഗമുണ്ട്, ആത്മീയമായൊരു ഭാഗമുണ്ട്. വിശ്വാസപരമായ ഭാഗമുണ്ട്, ആത്മീയമായ ഭാഗമുണ്ട്. എന്താ വിശ്വാസപരമായ ഭാഗം? അത് അള്ളാഹുവിനെ അള്ളാഹു ആയ നിലയിൽ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക എന്നതാണ് അതിലെ വിശ്വാസപരമായ ഒരു ഭാഗം. നമ്മൾ ഈമാൻ പറഞ്ഞപ്പോൾ അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ അതിനൊരു ആത്മീയ വശമുണ്ട്, അതാണ് കുറച്ചുകൂടി നമ്മൾ തിരിച്ചറിയേണ്ട സംഗതി എന്നർത്ഥം. അള്ളാഹുവിനെ അറിയുമ്പോൾ ഏത് ആത്മീയമായ ഭാഗം? 2 ഭാഗങ്ങളുണ്ട്, അതിന് ഉപഭാഗങ്ങളുമുണ്ട്. ഒന്ന്, അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹു, നിങ്ങൾക്ക് അള്ളാഹു പോരെ എന്ന, അള്ളാഹു പോരെ എന്ന. അതിന് ഉത്തരം ഖുർആനിലുണ്ടോ? ആ ചോദ്യം അല്ല ചോദിക്കുമല്ലോ. ആരോട് ചോദിക്കുന്നത്? നമ്മോട് ചോദിക്കുകയാണ്. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹു, അടിമകളെ നിങ്ങൾക്ക് ഞാൻ പോരെ എന്ന. അതിന് ഉത്തരം ഏതാ? ഒന്നെങ്കിൽ മതിയെന്നാണോ അല്ലെങ്കിൽ പോരാന്നുണ്ട്. പോരാന്നാണോ മതിയെന്നാണോ? മതി. ആ മതി എന്നുള്ള ഉത്തരം ഏതാ? നമുക്കറിയാം, ഹസ്ബിയല്ലാഹ്, അല്ലാഹുവേ നീ മാത്രം എനിക്ക് മതി എന്നർത്ഥം. അല്ലാഹുവേ നീ മാത്രം എനിക്ക് മതി, ഇതാണ് ഒന്നാമത്തെ ഭാഗം. അപ്പൊ ജീവിതത്തിൽ അള്ളാഹുവിനെ അറിഞ്ഞ ഒരാൾ, അയാൾ ക്ലിയർ ചെയ്യേണ്ട ഒന്നാമത്തെ ഭാഗം ഏതാണ്? ജീവിതത്തിൽ എനിക്ക് അള്ളാഹുവേ നീ മാത്രം മതി. എന്തിന്? എല്ലാത്തിനും. എനിക്ക് ആരാധിക്കാൻ, എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, എൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ, എൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ നീ മാത്രം എനിക്ക് മതിയത്. അത് മഹാഭൂരിഭാഗം മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്ന വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടോ ഇല്ലയോ? പറ്റിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് മുസ്ലിം സമൂഹത്തിൻ്റെ പള്ളി കോമ്പൗണ്ടിൽ ഒരു ജാറം? പള്ളി കോമ്പൗണ്ടിൽ എന്തിനാണ് ഒരു ജാറം? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത എന്ന് പ്രാർത്ഥിച്ച് ഇശ കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ ആ പള്ളി കോമ്പൗണ്ടിലെ ജാറത്തിൻ്റെ അടുത്ത് പോയി നിശബ്ദനമായി നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ പറഞ്ഞതിൽ തീരാത്ത എന്തോ ബാക്കി ഉണ്ട്. അത് എവിടെ പരിഹരിക്കുള്ളൂ? ഇവിടെയാണ്. അപ്പോൾ ഞാൻ പോരെ എന്ന ചോദ്യത്തിന് അവരുടെ ഉത്തരം എന്താ? പോരാ. നീ പോരാ എന്നുകൊണ്ടാണല്ലോ നമ്മുടെ അടുത്താണ് ഈ പറഞ്ഞ ജാറുള്ളത്. പള്ളി കോമ്പൗണ്ടിൽ ഉള്ളിലല്ലേ? നിങ്ങൾ പോയി നോക്കൂ. നിസ്കരിച്ച് അല്ലാഹു അന്തസ്സലാം മിൻകസ്സലാം എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഒരു മുസ്ലിം അതിൻ്റെ അടുത്ത് പോയി നിശബ്ദനായി നിൽക്കുകയാണ്. എന്തിന്? ഇവിടെ പറഞ്ഞത് പരിഹരിക്കാത്തത് ബാക്കിയുണ്ട് എനിക്ക്, അത് ഇദ്ദേഹം പരിഹരിച്ചു തരൂ എന്നാണ്. അപ്പൊ അയാൾക്ക് ഹസ്ബി അല്ലാഹ് എന്ന ദിക്ർ എണ്ണം തികച്ചാൽ ഈമാൻ ശരിയാവോ? എണ്ണം തികച്ചു എന്ന് വിചാരിച്ച ഹസ്ബി അല്ലാഹ് എന്ന ദിക്ർ ശരിയാവൂല. ഈ ഹസ്ബി അല്ലാഹ് എന്ന ദിക്ർ ഖുർആനിൽ ആദ്യമായി പരിചയപ്പെടുത്തിയത് ആരെയാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എപ്പോഴാണ്? തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പോകുന്ന സമയത്ത്, ആളിക്കത്തുന്ന തീ ഏത് നിമിഷവും അതിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നും ആ അഗ്നികുണ്ടാരത്തിൽ താൻ ചെന്ന് വീഴുമെന്നും ബോധ്യപ്പെട്ടു നിൽക്കുന്ന ഒരു പ്രവാചകന്റെ മുമ്പിലേക്ക് ജിബ്രീൽ വന്നുകൊണ്ട് ചോദിക്കാൻ, അലക ഹജ,
ഇബ്രാഹിമെ എന്തെങ്കിലും ഹെൽപ്പ് എൻ്റെ ഭാഗത്തുനിന്ന് വേണോന്ന്. ഏതാ ഘട്ടം എന്ന് അറിയിച്ചു നോക്കൂ. പ്രവാചകനായതുകൊണ്ട് ജിബ്രീലാണെന്ന് തിരിച്ചറിയാൻ പറ്റി. ജിബ്രീൽ മലക്ക് ചോദിക്കുക എൻ്റെ സഹായം വേണോന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി എന്താ പറഞ്ഞത്? ഫമിൻ നഫ്സിക, നിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഫല, എനിക്ക് വേണ്ട. ഫമിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നാണെങ്കിൽ ഞാൻ അതിന് ആവശ്യക്കാരനാണ്. അതാണ് ഈമാൻ. നമ്മുടെ അടുത്തേക്ക് മലക്ക് വരാത്തോണ്ടല്ലേ. എൻ്റെ ഈ ദയനീയമായ ഘട്ടം അറിയാവുന്ന അള്ളാഹുവിന്റെ സഹായം എനിക്ക് മതി. അപ്പോഴാണ് അള്ളാഹ് ഇടപെട്ടത്. ഖുൽ യാ നാറു കൂനി ബർദൻ വസ്സലാമൻ അലാ ഇബ്രാഹിം. അള്ളാഹു ലോകത്ത് ഒരു സൃഷ്ടിയെ സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിയമത്തെ മാറ്റൂല. ഇബ്രാഹിം നബിയുടെ മുമ്പിൽ മാത്രമാണ് ആ നിയമത്തെ താൽക്കാലികമായി മാറ്റിയത്. തീക്ക് കൊടുത്ത കഴിവെന്താ? എല്ലാത്തിനെയും ചുട്ടുകരിക്കാനാ. അത് അള്ളാഹ് സൃഷ്ടിപ്പ് കൊടുത്ത കഴിവാ. ആ നിയമം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ അള്ളാഹ് മാറ്റിവെച്ചു. താൽക്കാലികമായിട്ട് പറഞ്ഞു, ഇബ്രാഹിം ഇപ്പോൾ വന്ന് ചാടും, പക്ഷേ നാറുക്കുനി ബർദൻ വസ്സല, ഇബ്രാഹിമിന് തണുപ്പായി മാറുന്ന. എന്തുകൊണ്ടാണ് അള്ളാഹ് അവിടെ ഇടപെട്ടത്? പറ, ഒരൊറ്റ വാക്ക്. എനിക്കാര് മതി? എൻ്റെ റബ്ബ് മതി. ഇത് നമ്മുടെ യഥാർത്ഥത്തിൽ ഒരു ഈമാൻ എന്ന നിലയിൽ ജീവിതത്തിൽ ഇത് പറയാനും പ്രസംഗിക്കാനും എളുപ്പാട്ടോ. ദിക്ർ ചെല്ലാനും എളുപ്പ. ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ് ദിക്ർ എളുപ്പ. സന്നിഗ്ധ ഘട്ടത്തിൽ എല്ലാ ഭൗതിക സംവിധാനങ്ങളും മാറ്റി നിർത്തിയിട്ട് എനിക്കെൻ്റെ റബ്ബ് മാത്രം മതി എന്ന് പറയുമ്പോൾ ഏത് ഭൗതിക സംവിധാനങ്ങളെയും കവച്ചു വെച്ച അള്ളാഹ് ഇടപെട്ട് നമ്മുടെ ആവശ്യത്തെ പരിഹരിക്കും. അതാണ് ഇബ്രാഹിം നബിയുടെ മുമ്പിൽ അള്ളാഹ് പരിഹരിച്ചത്. എന്തേ പല ഭൗതിക സംവിധാനങ്ങൾക്ക് മുമ്പിൽ അള്ളാഹു പലപ്പോഴും നമ്മുടെ വിഷയത്തിൽ ഇടപെടാത്തത്? നമ്മൾ ആരെയാണ് ആശ്രയിക്കുന്നത്? ഭൗതിക സംവിധാനങ്ങളെ. അതാണ് വിഷയം. ആരാധിക്കുന്നില്ല. പക്ഷെ നമുക്ക് ഒരു അല്പസ്വല്പം പ്രതീക്ഷയും ആശ്രയും ഭൗതിക സംവിധാനങ്ങളെയാണ്. ഒരു നല്ല ഡോക്ടറെ അടുത്ത് ചെന്ന് അയാൾ പറയാം നല്ല പ്രഗത്ഭനായ ഡോക്ടറാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആശ്വാസമായി, അയാൾ നല്ല കഴിവുള്ളവൻ. അതന്നെ. ഇനി 10 ഡോക്ടർമാരും 10 മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയും എഴുതി തള്ളി ഇത് മാറൂലെന്ന്. അപ്പോൾ ഇങ്ങനെ മാറൂല എന്ന് പറഞ്ഞ് പോരുമല്ല, ഇത് മാറൂന്ന് പറയാൻ പറ്റണം. ഇത് മാറൂന്ന് പറയണം. എന്താ കാരണം? ഈ ഭൗതിക സംവിധാനങ്ങളുടെ അപ്പുറത്താണ് ആരിടപെടാ? അള്ളാഹ് ഇടപെടാ. ഏത് ഭൗതിക സംവിധാനങ്ങളുടെ അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ കഴിവ് എവിടെ അവസാനിക്കുന്നുവോ അവിടെ ആരിടപെടും? അള്ളാഹ് ഇടപെടും. അത് ഇടപെടെങ്കിൽ എന്ത് വേണം? ഈ ഹസ്ബി എന്ന എനിക്കെൻ്റെ റബ്ബ് മാത്രം മതി എന്ന് പറയുന്നതിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാം അള്ളാഹു നമ്മുടെ മുമ്പിൽ മാറ്റിത്തരും എന്നർത്ഥം. അപ്പോൾ അള്ളാഹുവിനെ അറിയുന്ന ഈമാനിൽ ഒന്നാമത്തെ ഭാഗം ഏതാണ്? ജീവിതത്തിൽ അള്ളാഹുവിനെ മാത്രമായി സ്വീകരിക്കലും ആശ്രയിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഭാഗം, അതിന് 2 ഭാഗങ്ങളുണ്ട്. ഏതാണെന്നറിയാമോ? ഇന്ന മഅയ റബ്ബി സയഹ്ദി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. ഇതാണ് രണ്ടാമത്തെ ഭാഗം. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ആർത്തിരമ്പി വരുന്ന തിരമാറകൾക്ക് മുമ്പിൽ വിശ്വാസികൾ പകച്ചുപോയി. മൂസ ഇന്നാല മുദറക്കൂൻ, മൂസ സംഗതി കഴിഞ്ഞു. പിന്നിലാണെങ്കിൽ സർവായുധ സജ്ജരായ ഫിർഔനും കൂട്ടരും. മുന്നിലാണെങ്കിൽ ആർത്തിരമ്പി വരുന്ന കടൽ. കുടുങ്ങിയെന്ന് എല്ലാവരും പറഞ്ഞു. മൂസാ നബി കുടുങ്ങിയെന്നാണ് പറഞ്ഞത്. നമ്മളവിടെ പറയുന്നത് പെട്ടുപോട്ടോ എന്ന്. മൂസക്കല്ല, ഞാൻ പെട്ടിട്ടില്ല. എന്തേ പെടാത്തത്? എന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അതുകൊണ്ട് ഞാൻ കുടുങ്ങിയിട്ടില്ല. അള്ളാഹ് എന്താ ചെയ്തത്? മൂസാ നബിനെ പൊക്കിക്കൊണ്ടുപോവാണ് ഇത്. പിന്നെ എന്താ ചെയ്തത്? മൂസ ആ വടി അടിക്ക് കടലിൽ അടിക്കാൻ പറഞ്ഞു. കടലിൽ അടിച്ചു. ആ സമുദ്രങ്ങളും 2 ഫകാന കുല്ലു ഫിർക്കിൻ കതൗദിൻ അലീം, 2 പർവ്വതങ്ങൾ പോലെ മാറി നിൽക്കുകയാണ് മൂസാ നബിയുടെ മുമ്പിൽ. എന്നിട്ട് അതിലൂടെ ജലാംശം പോലും ഇല്ലാത്ത വഴി ഉണ്ടാക്കിയിട്ട്
അപ്പുറക്കടത്തി അല്ല. എന്ത് ഇടപെടാൻ കാരണം? പറ. ആ ഒരൊറ്റ പറച്ച് എൻ്റെ കൂടെ ആരുണ്ട്? എൻ്റെ റബ്ബുണ്ട്. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ഇത് പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ എളുപ്പമാണ്. പക്ഷെ അങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടം വരുമ്പോൾ എനിക്കൊരു ടെൻഷനുമില്ല, എനിക്കൊരു ഭയവുമില്ല. കാരണം എൻ്റെ കൂടെ ആരുണ്ട്? എൻ്റെ റബ്ബുണ്ട് എന്ന വിശ്വാസം. ഈ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നിർഭയത്വം ഉണ്ടാകും. മാത്രവുമല്ല, നമുക്ക് ആശ്വാസം കിട്ടും. എപ്പോഴെന്നറിയോ? ചുമക്കണത് വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ. എനിക്ക് ചുമ 2 ദിവസമായിട്ട് തുടങ്ങിയത്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അസ്വസ്ഥപ്പെടേണ്ട. ഒന്ന്, നമുക്ക് ഈ വിശ്വാസം, ഇത് എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന് പറയുന്ന അത് ഉൾക്കൊള്ളുന്ന പോലെ ഒരു വലിയ ഒരു ആത്മവിശ്വാസം എപ്പോഴാണെന്നറിയുമോ? എനിക്ക് ആ ഹദീസ് വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും അത് ഫീൽ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഖുദ്സിയായ ഒരു ഹദീസ് ഉണ്ട്. അള്ളാഹു പറഞ്ഞു, അന ഇൻദ ദുന്നി അബ്ദി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എപ്പോൾ വിചാരിച്ചാലും അന മഅഹു, ഞാൻ അവൻ്റെ അടുത്തുണ്ടാവും. എപ്പോൾ എൻ്റെ അടിമ എന്നെക്കുറിച്ച് വിചാരിച്ചാൽ മതി, ഞാൻ അപ്പോൾ അവൻ്റെ അടുത്തുണ്ടാവും എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സ്റ്റേജ് നമുക്ക് വരും. ഇവിടെ ശ്രദ്ധിച്ച, അങ്ങനത്തെ ഒരു സ്റ്റേജ് വരും. എപ്പോഴാണെന്നറിയാമോ? വെള്ളത്തിൻ്റെ പ്രശ്നമല്ല, സ്റ്റേജ് വരും. എങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ടെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത രംഗം ഏതാണെന്നറിയാമോ? നമുക്കൊരു രോഗം പിടിപെട്ട്, അങ്ങനെ വരാതിരിക്കട്ടെ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, രോഗം വന്ന് നമ്മളെ ഐസിയിലേക്ക് കയറ്റുകയാണ്. ഐസിയിലേക്ക് കയറ്റി നമ്മുടെ ഭാര്യയും മക്കളെയും പുറത്ത് നിർത്തി, നേഴ്സുമാരും അപ്പുറത്തെ റൂമിൽ, നമ്മുടെ ആ ഐസിയുവിൽ ആ മെഷീനറിയുടെ ഉള്ളിൽ നമ്മളിങ്ങനെ കിടക്കുക. ആരും നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറയാൻ, കേൾക്കാൻ, ആശ്വാസം പറയാൻ ഒരു മനുഷ്യനില്ല. അപ്പം അല്ലാഹു പറയാണ്, അനമാഹു, ആരുണ്ട്? ഞാനുണ്ട്. നോക്കൂ, അവിടെ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, ലോകത്തൊരു സ്ഥലത്തും കിട്ടൂല, ബാക്കിയൊക്കെ പുറത്താ. അപ്പോൾ ഒരു IC യൂണിറ്റിന്റെ ഉള്ളിൽ കിടന്ന് നമ്മൾ അസ്വസ്ഥപ്പെടുമ്പോൾ അല്ലാഹു പറയാണ്, വഅനമഅഹു, നീ ടെൻഷൻ അടിക്കേണ്ട, ഞാനുണ്ട്, എന്നോട് സങ്കടം പറഞ്ഞോ, എന്നോട് സംസാരിച്ചോ എന്നാ. ഇത് ആർക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ? അള്ളാഹുവിനെ അറിയേണ്ട രൂപം. അല്ലെങ്കിൽ അവിടെ കിടന്ന് ടെൻഷൻ അടിക്കും. നോക്കൂ, എത്ര ക്ലിയർ ആയിട്ടാണ് വിശുദ്ധ ഖുർആൻ ആ സംഗതി പഠിപ്പിച്ചത്. അപ്പം എൻ്റെ കൂടെ എൻ്റെ റബ്ബ് ഉണ്ട് എന്ന് പറയുന്ന ഒരു ആത്മീയ ഭാഗമുണ്ട്. ആ ഭാഗമാണ് നമുക്ക് ജീവിതത്തിലെ നിർഭയത്വം തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇനി എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ടെന്ന് പറയുന്ന അതിനേക്കാൾ കുറച്ചുകൂടി ഗ്രേഡ് കൂടിയ മറ്റൊരു ഭാഗമുണ്ട്. അതേതാ? ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, നിങ്ങളുടെ കൂടെ റബ്ബ് ഉണ്ട് എന്ന ബോധം നിങ്ങൾക്കുണ്ടാകണം. എൻ്റെ കൂടെ എൻ്റെ റബ്ബ് ഉണ്ട് എന്ന ബോധത്തിന് എന്താ അറബി പറയാ? തഖ്വ. അതാണ് തഖ്വ. എൻ്റെ റബ്ബ് സദാ എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ചലനങ്ങൾ ഒപ്പിയെടുക്കുന്നു, എൻ്റെ സംസാരങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു, എന്നെ നിരീക്ഷിക്കുന്നു, എൻ്റെ പിന്നാലെയുണ്ട് എന്ന ബോധ്യത്തിന് അറബി പറയുന്ന പേരേതാണ്? തഖ്വ. കൃത്യമായി പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നതിന് പറയുന്ന അറബി വാക്കല്ല തഖ്വ എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വയെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞ 2 സംഗതി ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഏതാണെന്നറിയാമോ? ഒരു പാൽക്കാനി പെണ്ണിൻ്റെ അടുത്ത് പോകണ്ടല്ലോ ഉമർ റളിയല്ലാഹു രാത്രി നടക്കുമ്പോൾ. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോളെ പാലിൽ അല്പം വെള്ളം ചേർക്ക് വിൽക്ക്. മോള് പറഞ്ഞു, അത് പാടില്ല. അപ്പം ഉമ്മ പറഞ്ഞു, ഖലീഫ ഉമറാണെങ്കിൽ ഉറങ്ങുകയാണ്, പേടിക്കട്ട. എന്താ പാൽക്കാരി പെൺകുട്ടി ചോദിച്ചത്? മാതാ അഖൂലു ഇൻദ റബ്ബി, പടച്ചോനോട് എന്ത് പറയുന്നു? അതാണ് തഖ്വ. അള്ളാന്റെ അടുത്ത് എന്ത് മറുപടി പറയുമെന്ന് ചിന്തിച്ചാൽ മതി. ഇതൊക്കെ തീരൂലോ? ഈ ഉമർ റളിയല്ലാഹു അൻഹു അവസാന കാലം ഒരു യാത്രയിൽ നടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആടുകളെ മേയ്ക്കുന്നുണ്ട്.
അപ്പോൾ ഈ ആട്ടിടയിൽ നിന്ന് ഇത് ഖലീഫയാണെന്നൊന്നും പരിചയമില്ല. അയാളെ വിളിച്ചു. അപ്പോൾ ചോദിച്ചു, എന്താ ജോലി? ഞാൻ എൻ്റെ യജമാനൻ്റെ ആടിനെ നോക്കുകയാണ്. ഒരാടിനെ എനിക്ക് തരുമോ? ഇത് തരാൻ പറ്റില്ല, യജമാനൻ്റെതാണ്. പൈസ തരാം. പൈസ തന്നാലും തരാൻ പറ്റില്ല, അത് യജമാനൻ്റെ അമാനത്ത, എനിക്ക് എൻ്റെ ഉത്തരവാദിത്തം ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ നിനക്ക് പൈസ തരാം, നീ ആ പൈസ എടുത്തോ, ആടിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി വെച്ചു, ഫൈനല്ല. ഈ കുട്ടി വെക്കുകയാണ്, യജമാന ഈ ആട്ടിടെ ഫൈനല്ല, അള്ളാഹോട് ഞാൻ എന്ത് മറുപടി പറയുന്നു? അപ്പൊ ഉമർ പറഞ്ഞെന്താ, കുല്ലുന്നാസി അത്ഖാ മിൻ ഉമർ, എല്ലാ മനുഷ്യരും ഉമറിനേക്കാളും തഖ്വയുള്ളവരാണെന്ന്. എല്ലാ മനുഷ്യരും ഉമറിനേക്കാളും തഖ്വയുള്ളവരാണ്. നോക്കൂ സഹോദരൻ, ആ ബോധ്യത്തിനാണ് തഖ്വ എന്ന് പറയാ. ഈ ബോധ്യത്തിൽ നമുക്ക് നീതി പാലിക്കാൻ കഴിയുന്നുണ്ടോ? ഓരോ സംസാരിക്കുമ്പോഴും കൊടുക്കുമ്പോഴും പറയുമ്പോഴും പ്രവർത്തിക്കലും ഒക്കെ ഇതിനൊക്കെ നാളെ മറുപടി പറയേണ്ടി വരും. ഇതൊക്കെ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. റബ്ബ് മാത്രമല്ല, അത് വേറെ വിഷയമാണ്. എത്ര അതിസങ്കീർണമായ റെക്കോർഡിംഗ് സിസ്റ്റത്തിലാണ് നമ്മൾ കഴിഞ്ഞു പോകണമെന്നറിയാവോ? ഈ റെക്കോർഡിംഗ് സിസ്റ്റം നിങ്ങളിലേക്ക് തിരിച്ചു വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ മര്യാദയ്ക്കില്ല. എന്താ കാരണം? ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് മറ്റൊരാളുടെ മുന്നിൽ പ്ലേ ചെയ്താൽ നിങ്ങളുടെ എല്ലാ തര ചലനങ്ങളും മറ്റുള്ളവർ കാണും എന്ന ബോധമുണ്ടെങ്കിൽ നമ്മൾ അനങ്ങാതിരിക്കും. അപ്പോൾ വലിയ അതിസങ്കീർണമായ റെക്കോർഡിംഗ് സിസ്റ്റത്തിലാണ് ആരുള്ളത്? നമ്മളുള്ളത് എന്നർത്ഥം. ആ റെക്കോർഡിംഗ് സിസ്റ്റത്തെ സൂക്ഷിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് അർത്ഥങ്ങൾ. ഒന്ന്, ജീവിതത്തിൽ നമുക്ക് ആശ്വാസം പകർന്നുകൊണ്ട് താങ്ങായി തണലായി നമ്മൾ തളർന്നു പോകുമെന്ന് കാണുമ്പോൾ താങ്ങി നിർത്തും. അല്ലാഹ് വിടൂല, നമ്മളെ താങ്ങി നിർത്തും. എല്ലാവരും കൈ ഒഴിഞ്ഞാലും ശരി, അള്ളാഹ് ചേർത്ത് നിർത്തും നമ്മളെ. എന്താ കാരണം? നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ടെന്ന്. ആ ഒരൊറ്റ പറച്ചിൽ എല്ലാ ഭൗതിക സംവിധാനങ്ങളും അള്ളാഹ് തിരുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖും സൗർ ഗുഹയിൽ പെട്ടപ്പോൾ ശത്രുക്കൾ പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ നബി എന്താ ചോദിച്ചത്? അബൂബക്കറെ, മാ ളന്നുക ബില്ലാഹി യാ അബൂബക്കർ, അബൂബക്കറെ, അല്ലാഹനെ കുറിച്ച് നീ എന്താ മനസ്സിലാക്കിയത്? ഇല്ലാ ഹുവ സാലിസുൻ മഅന, നമ്മൾ രണ്ടുപേരാണ്, മൂന്നാമനായി അല്ലാഹ് ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോഴാണ് ശത്രുക്കൾ അല്ലാഹ് തിരിച്ചു വിട്ടത്. നിങ്ങൾ ഓരോ ഭയപ്പാടും വേണ്ട, ഇത് മനസ്സിലാക്കിക്കോ. ഞാൻ പറഞ്ഞ ഈ 3 സംഗതി ഉണ്ടല്ലോ, അള്ളാഹുവിനെ നമ്മൾ അറിഞ്ഞ സംഗതിയിൽ ഈമാൻ ഉൾക്കൊള്ളുകയും ആ ഈമാനിലും ജീവിതത്തിൽ അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആശ്രയിക്കുകയുള്ളൂ എന്ന ഒരു യഖീൻ ഈമാൻ വന്നിട്ടുണ്ടെങ്കിൽ, ഖുർആൻ എന്താ പറഞ്ഞ, ഒമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ഒരാള് എനിക്ക് അല്ലാഹ് മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ കാര്യം ആര് നോക്കൂ? അല്ലാഹ് നോക്കൂ. പിന്നെ അല്ലാഹ്ക്കടെ ഉത്തരവാദിത്തം നമ്മളെ. രണ്ടാമത് പറഞ്ഞു, കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എനിക്കൊരു ഭയവുമില്ല, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ടെന്നാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ രംഗമുണ്ടല്ലോ, എത്ര ഹൃദയസ്പർശി. എന്നിട്ട് വാപ്പാരുടെ അടുത്ത് ഇറങ്ങിപ്പോവുക. അപ്പോൾ ചോദിച്ചു, എങ്ങോട്ടാ പോകണമെന്ന്? നിദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിലേക്കാണ് പോകണമെന്ന. ധൈര്യമുണ്ട് പറയാൻ. പൗരത്വം വരുമ്പോഴേ പറയണം, നമുക്ക് പറയാൻ പറ്റുമോ? ഒരു പേടിയില്ല, നിങ്ങൾ റബ്ബിലേക്ക് പോകുന്നു. ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഇറങ്ങി പോവാന്ന് പറയുമ്പോൾ അള്ളാഹു ഇരു കൈയും നീട്ടി ഇബ്രാഹിം നബിയെ സ്വീകരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ലോകത്തെ ജനതയ്ക്ക് മുമ്പിൽ ഇബ്രാഹിം നിന്നെ ഞാൻ നേതാവാക്കിയിരിക്കുന്നു എന്നാ. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, ഇബ്രാഹിം ഒരൊറ്റ പരീക്ഷയിലും നീ തോറ്റില്ലല്ലോന്ന്. ഒറ്റ പരീക്ഷയിലും ഇബ്രാഹിം നബി തോറ്റില്ല. അള്ളാഹു അംഗീകരിച്ചു. എല്ലാത്തിലും ആര് ജയിച്ചു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് ഖലീലുല്ലാഹ്, അള്ളാഹ് തനിക്ക് വേണ്ടി സ്വന്തം കൂട്ടുകാരനായിട്ട് അങ്ങനെ സെലക്ട് ചെയ്തു. ഒരു മനുഷ്യനെ, ഒരു സൃഷ്ടിനെ അള്ളാഹുവിൻ്റെ ഒരു കൂട്ടുകാരായിട്ട് സെലക്ട് ചെയ്യണം. അത്രത്തോളം നമുക്ക് ഉയരാൻ പറ്റൂല. പക്ഷെ ജീവിതത്തിൽ
അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു അനുഭൂതിയുണ്ട്, ഒരു ആസ്വാദനമുണ്ട്, ഒരു നിർഭയത്വമുണ്ട്. ഈ ഭൂമിയിലെ ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരേക വിഭാഗം അവർ മാത്രമാണ്. ഖുർആൻ്റെ പ്രയോഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ഹൃദയം. അതോടെ ഞാൻ ഖുർആനിൽ നിന്ന് അള്ളാഹനെ മനസ്സിലാക്കണം. സാധാരണ റമദാൻ മാസം നമ്മൾ കേൾക്കുന്ന ഒരു ആയത്തില്ലേ, ഷഹ്റു റമദാൻ അല്ലദീ ഫീഹിൽ ഖുർആൻ, അത് കഴിഞ്ഞിട്ട് അവൻ്റെ ആ പേജിലെ അവസാനത്തെ ഒരു ആയത്തുണ്ട്, ആ നോമ്പുമായി ഒരു ബന്ധുവല്ല ആയത്തിന്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫലസ്തജീബു ലി വലിയുമിനു ബി ലഅല്ലഹും യർശുദൂൻ. പിന്നീടാണ് പറഞ്ഞത് അയ്യാമം മഅദൂദ, വീണ്ടും നോമ്പ് പറയാം. നോമ്പിൻ്റെ നിയമങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ കൊണ്ടിട്ട് ഈ ആയത്ത് വെച്ച് കൊടുക്കുക. അതിന് വേറെ ഹിക്മത്തുണ്ട്, ഞാൻ അത് വിശദീകരിക്കല്ല. നിങ്ങൾ ആ ആയത്തിൻ്റെ ഘടന ശ്രദ്ധിച്ചോ, പണ്ഡിതന്മാർ എത്ര കൃത്യമായി. വഇദാ സഅലക ഇബാദി, നബിയെ നിന്നോട് എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ വളരെ സമീപസ്ഥനാണെന്നാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് നബിയോട് ചോദ്യം ചോദിക്കുന്നുണ്ട് പലരും. യസ്അലൂനക അനിർ റൂഹ്, നിന്നോട് റൂഹിനെ കുറിച്ച് ചോദിക്കുന്നു. നബിയോട് മുസ്ലിങ്ങളും അല്ലാത്തവരും പല ചോദ്യം ചോദിച്ചു. നബിയെ ചില കൊടുക്കാൻ ചോദിച്ചിട്ടുണ്ട് ജൂതന്മാർ. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ആരാ പറഞ്ഞു കൊടുക്കുക? ആര് പറഞ്ഞു കൊടുക്കുക? അള്ള പറഞ്ഞു കൊടുക്കും. അള്ള നബിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് നബിയെ കൊണ്ട് പറയും. അങ്ങനെയാണ് കുൽ കുൽ എന്ന് ഖുർആനിൽ വന്നത്. കുലിർ റൂഹു മിൻ അംരി റബ്ബ്, നബിയെ പറഞ്ഞു തരുന്ന. എന്നാൽ ഇവിടെ മാത്രമാണ് അള്ള ഡയറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ആയത്ത് നോക്ക്. വഇദാ സഅലക, നിന്നോട് ചോദിച്ചാൽ, ഇബാദി, എൻ്റെ അടിമകൾ, ഫകുൽ, നീ പറയണം, ഇന്നി ഖരീബ് എന്നാണോ? അവിടെ കുല്ലില്ല, അവിടെ കുല്ലില്ല. പിന്നെന്താ? ഫഇന്നി ഖരീബ്. എന്തുകൊണ്ടാണെന്നറിയുമോ? നബിയെ നിന്നോട് എൻ്റെ അടിമ എന്നെക്കുറിച്ചല്ല ചോദിച്ചത്, അത് ഞാൻ പറഞ്ഞോളാം. എൻ്റെ അടിമ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചില്ല, നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഫഇന്നി ഖരീബ്, ഞാൻ വളരെ സമീപസ്ഥനാണ് എന്ന് നമ്മുടെയും റബ്ബിൻ്റെ ഇടയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും കടന്നു വരേണ്ടത്. എൻ്റെയും അള്ളാഹുവിൻ്റെ ഇടയിൽ വേറെ ആർക്കും എന്തിനാ സ്പേസ് ഇല്ല, അത്രയും അടുത്താണ്. പിന്നെ എന്തിനാ പേടിക്കണേ? വനഹനു അഖറബു ഇലൈക്കും മിൻ ഹബ്ലിൽ വരീദ്, കണ്ടനാടിയേക്കാളും ഞാൻ അടുത്തവനാണ്. നോക്കൂ, ഇങ്ങനെ ഒരു അള്ളാഹുവിനെ ഒരാൾ ഈമാൻ കൊണ്ട് അയാൾക്ക് വല്ല ടെൻഷൻ ലോകത്തുണ്ടാവും ഞാൻ ചോദിച്ചത്. നമ്മുടെയും അള്ളാഹുവിൻ്റെ ഇടയിൽ ഒരാളെ സ്പേസ് ഇല്ല, ഡയറക്റ്റാണ്. അതാണ് തൗഹീദിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ആരെ മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഖുർആനിലും ഹദീസിലും പരിചയപ്പെടുത്തിയ പറയപ്പെട്ട അള്ളാഹുവിനെ അല്ല നമ്മൾ മനസ്സിലാക്കിയതെങ്കിൽ ആ മനസ്സിലാക്കിയതിന് ഇൽമെന്ന് പറയാൻ പറ്റൂല, ആ ഇൽമിന് ഈമാൻ എന്ന് പറയാൻ പറ്റൂല, ആ ഈമാന് യഖീൻ ഉണ്ടാവില്ല. യഖീൻ ഉണ്ടാവും. യഖീൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഖബറിൽ ഉത്തരം കിട്ടാതെ പതറിപ്പോകും. അപ്പം എന്തു വേണം? അപ്പം അള്ളാഹുവിനെ അറിയേണ്ട രൂപത്തിൽ അറിയണം. അറിയേണ്ട രൂപം എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ പോരാ, ആ അറിയേണ്ട സോഴ്സിൽ നിന്നായിരിക്കണം. അറിഞ്ഞ കാര്യങ്ങൾ 99% പോരാ, 100ൽ 100 ആ അറിഞ്ഞ കാര്യങ്ങൾക്കാണ് നമ്മൾക്ക് ഈമാൻ. അയാൾക്ക് മാത്രമേ എനിക്ക് അല്ലാതെ ഈമാൻ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ആ ഈമാന് മാത്രമേ നിർഭയത്വം തരാൻ കഴിയുള്ളൂ. ആ നിർഭയത്വമാണ് ഒരാളെ വിശ്വാസിയാക്കി മാറ്റുന്നത്. അവൻ മാത്രമാണ് മുഅ്മിൻ. അതുകൊണ്ടല്ല ഖുർആൻ എത്ര സൂക്ഷ്മമായി എന്ന് പറയാം. ആർക്കും വേണമെങ്കിലും മുസ്ലിം എന്ന് പറയാം. ഒരാൾ വന്നിട്ട് ആ മുസ്ലിം വന്നിട്ട് ഇവിടെ പറയാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ആരായി? മുസ്ലിം സൊസൈറ്റിയിലെ മെമ്പറായി. മുഅ്മിനാവോ? ഖാലത്തിൽ അറാബു ആമന്ന, അറാബിൽ വന്നിട്ട് പറഞ്ഞു മുഹമ്മദ് നബിയെ ഞങ്ങളിതാ മുഅ്മിനായിരിക്കുന്നു എന്ന്. അള്ളാഹ് അപ്പടപെട്ടു, നിങ്ങൾ മുഅ്മിനായെന്ന് പറഞ്ഞു. ഖൂലു അസ്ലംന, മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞോ. വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, ഈ ഈമാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് കടക്കട്ടെ എന്നാണ്. അത് കടക്കണം. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാൻ
നമ്മുടെ നാവിനപ്പുറത്ത് ഹൃദയത്തിലെ രൂഢമൂലമായി ഉറച്ചാൽ മാത്രമേ എന്താവുള്ളൂ? ഈമാൻ 100% ആവുള്ളൂ. ആ ആയ ഒരാൾ മാത്രമേ ഹസ്ബി അല്ലാഹ് എന്ന് പറയുള്ളൂ. ആ പറയുന്നതിന് അയാൾക്ക് നീതി പാലിക്കുവാനും ആത്മാർത്ഥത പാലിക്കാൻ കഴിയും. അയാൾക്ക് മാത്രമേ ഇന്ന മഅയ റബ്ബി എന്ന് പറയാൻ തോന്നുകയുള്ളൂ. ആ പറയുന്ന ആൾക്ക് എനിക്ക് ആശ്വാസം തരാൻ, എന്നെ ആശ്വസിപ്പിക്കാൻ, എനിക്ക് താങ്ങായി എൻ്റെ റബ്ബ് എനിക്ക് കൂടെയുണ്ട്, എനിക്ക് വേറൊരു ടെൻഷനും ഇല്ല എന്ന് ബോധ്യം ഉണ്ടാവുള്ളൂ. അയാൾക്ക് മാത്രമാണ് ജീവിതത്തിൽ തഖ്വയുള്ളൂ. കാരണം എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എൻ്റെ റബ്ബിനെ മറച്ചു വയ്ക്കാൻ കഴിയുകയില്ല എന്നുള്ള സൂക്ഷ്മതാ ബോധം ആർക്കുണ്ടാവുള്ളൂ? അല്ലാഹുക്ക് മാത്രം. അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആകാത്ത വിഷയം ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ആക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. സംശയം ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. വിഷയം അപൂർവമാണ്, പരമാവധി ചുരുക്കി നിങ്ങൾക്ക് ഗ്രഹിക്കുന്ന കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും ക്ലിയർ ആകാത്തുണ്ടെങ്കിൽ ചോദിച്ചാൽ ക്ലിയർ ആക്കി തരാം. ഖുർആനിന് മുമ്പുള്ള വേദഗ്രന്ഥത്തിലൊക്കെയും അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നതും അള്ളാഹു എന്ന പദം തന്നെയാണ് എന്നർത്ഥം. അത് നിർവചനങ്ങളുണ്ടാകാം, പക്ഷേ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് മുഴുവൻ എല്ലാ സ്ഥലത്തും എന്താണ്? അള്ളാഹു എന്ന സിഫത്ത നാമമാണ്, ഇസ്മാണ്. ബാക്കിയൊക്കെ സിഫത്തായിട്ടാണ് ബാക്കിയെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്നർത്ഥം. അതുകൊണ്ടാണ് അറബി ഭാഷയിലുള്ള ബൈബിളിൽ ദൈവത്തെ പോലും പറയുന്നത് ഏത് പദാ? അള്ളാഹ്. നിങ്ങൾ അറബിയിലുള്ള ബൈബിൾ എടുത്ത് നോക്കിക്കോ, അവിടെയും ദൈവം എന്ന് യഹോവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്നതും അള്ളാഹ് എന്നാണ്. അപ്പോൾ ഒമാ ഖദറുല്ലാഹ് ഹഖ്ക ഖദരിഹി, അവർ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിലല്ല മനസ്സിലാക്കിയിരിക്കുന്നത് എന്നതിൽ നമ്മൾ പെടരുന്നർത്ഥം. ഇത് അള്ളാഹ് പറയണം. അപ്പം അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയവരിലാണ് ആര് പെടേണ്ടത്? നമ്മൾ പെടേണ്ടത് എന്ന് പറഞ്ഞതിൻ്റെ ഈ രത്ന ചുരുക്കാണ് ഈ പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് കണ്ണുണ്ട് എന്നൊക്കെ ഖുർആനിലും ഹദീസിലൊക്കെ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കലാണ് നമ്മുടെ ബാധ്യത. അത് കയ്യെന്ന് പോലും പരിഭാഷപ്പെടുത്തരുത് എന്നാണ് പണ്ഡിതന്മാർ. യദുള്ള എന്ന് പറഞ്ഞാൽ യദുൻ എന്ന് തന്നെ പറയലാണ് ഏറ്റവും സൂക്ഷ്മത എന്നതാണ്. അത് നിർവചനം പാടില്ല. ബിലാ തഅ്തീലിൻ വലാ തഅ്വീലിൻ എന്നാണ്. വ്യാഖ്യാനിക്കാൻ പാടില്ല, ആശയങ്ങൾ ഒപ്പിച്ച് ന്യായീകരിക്കാൻ പാടില്ല, നമുക്ക് പിന്നെ അത് ഇന്നതുപോലെയാണെന്ന് വിശദീകരിക്കാൻ പാടില്ല. യദുള്ള അത്ര മനസ്സിലാക്കിയാൽ മതി എന്നർത്ഥം. അള്ളാഹു എങ്ങനെയാണോ എന്നെ അള്ളാഹുവിനെ സ്വന്തം പരിചയപ്പെടുത്തിയത് അങ്ങനെ മനസ്സിലാക്കുക, അതാണ് അർത്ഥം. ഇപ്പം എൻ്റെ കൂട്ടത്തിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അള്ളാഹു എവിടെ എന്ന ചോദ്യം. ചില ആളുകൾ മുമ്പ് നമ്മളെ കളിയാക്കിയിരുന്നത് ആളുകൾക്ക് നിങ്ങൾക്ക് ഇപ്പോഴും അള്ളാഹിനെ തിരിഞ്ഞിട്ടില്ല, അപ്പം അള്ളാഹിനെ അന്വേഷിച്ച് നടക്കുമെന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹു എവിടെ എന്ന് ചോദിക്കുന്നത്. ആ ചോദ്യം അപ്രസക്തമാണോ? ആണോ? ആ ചോദ്യം ആദ്യം ചോദിച്ച വ്യക്തി ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ മുമ്പിൽ ഒരു സ്ത്രീ പിടിക്കപ്പെട്ടുകൊണ്ടെന്ന് ഒരു അടിമ സ്ത്രീയെ കൊണ്ടുവന്നു. അപ്പം ആ സ്ത്രീ പറഞ്ഞു ഞാൻ മുഅ്മിനാണെന്ന് പറഞ്ഞു, ഞാൻ വിശ്വാസി, അപ്പം എനിക്ക് മോചനം തരണമെന്ന് പറഞ്ഞു. അപ്പം അവർ ശരിയായ വിശ്വാസിനിയാണെന്ന് അറിയാൻ നബി രണ്ട് ചോദിച്ചു, അയ്നല്ലാ, അല്ലാഹ് എവിടെയെന്ന്. അപ്പം സ്ത്രീ ആകാശ കൈ ഫിസ്സമ, അള്ളാഹു ഉപരിലോകത്തിലാണ്. മൻ അന, ഞാനാരാ? അന്ത റസൂലുള്ളാഹ്, താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ. മോചിപ്പിച്ചോ, അവൾ ഈ മുഅ്മിനത്താണെന്നാണ്. ഒരു ആൾക്ക് ഈമാനുണ്ടോ എന്ന് അറിയാൻ നബി രണ്ട് ചോദ്യം. അതിൽ ഒന്നാം ചോദ്യം അല്ലാഹ് എവിടെയെന്നാണ്. നമ്മളാണ് ഈ ആകാശത്തിന് സമാഇന് ആകാശം എന്ന് പറഞ്ഞത്. അത് നമ്മൾ കാണുന്ന ആകാശമാണ്. പണ്ഡിതന്മാർ പറഞ്ഞ ഏറ്റവും സൂക്ഷ്മത ഉപരിലോകം നമുക്കറിയില്ല. അതാണ് ഉപരിലോകത്തിലാണ് നമ്മൾ കാണുന്ന ഈ ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് നബി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അള്ളാഹു എവിടെ എന്ന് ചോദിച്ചപ്പോൾ ആകാശത്തുള്ള ഉപരിലോകത്തിലുള്ള അള്ളാഹുവിനെ ആയിരിക്കണം നമ്മുടെ മനസ്സിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട അള്ളാഹു എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പരമാവധി മനസ്സിലാക്കുക. ഇനിയെങ്കിലും ഖുർആൻ ഓതുമ്പോഴൊക്കെയും ഖുർആനിൽ പറയപ്പെട്ട രൂപത്തിൽ പരമാവധി അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ ഖബറിൽ പതറിപ്പോകാതിരിക്കാനാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ജീവിതത്തിലും പതറിപ്പോകൂല യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ. ശരിയായി മനസ്സിലാക്കിയൊരു മനുഷ്യൻ എന്തെല്ലാം വന്നാലും ശരി, അയാൾ പതറൂല. അതാണ് ആ പിടിവളിയിൽ നിൽക്കുമെന്നർത്ഥം. അള്ളാഹുവിനെ തിരിച്ചറിയാത്ത ആൾക്ക് സംബന്ധിച്ചിടത്തോളം അവർ പതറിപ്പോകുന്നർത്ഥം.
എന്നതാണ്. അത് പറയാതിരിക്കലാണ് നല്ലത്. പറയാതിരിക്കലാണ് നല്ലത്. നമ്മുടെ നാട്ടിലെ പ്രയോഗത്തിന് വേണ്ടി അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അള്ളാഹു എന്നതിൻ്റെ ഡെഫിനിഷനായി പറയാനേ പാടില്ല. അത് അള്ളാഹ് എന്ന് തന്നെ നമ്മൾ ഉപയോഗിച്ചത്. അത് മറ്റുള്ളവർക്ക് തൃപ്തിപ്പെട്ടാലും നമ്മൾ നോക്കേണ്ടത് ആവശ്യം ഇല്ലേ ഇല്ല. റഹ്മാൻ വേണമെങ്കിൽ കാരുണ്യവാൻ, ഖാലിഖ് വേണമെങ്കിൽ പടച്ച തമ്പുരാൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ആളുകൾ ബോധ്യപ്പെടുത്താൻ പറയാമെന്നല്ലാതെ നമുക്ക് മറ്റൊരാൾ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹ് എന്നുള്ളത് അള്ളാഹ് സ്വയം സ്വീകരിച്ച പേരാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുമോ? നിങ്ങളുടെ പേരിൻ്റെ പരിഭാഷ പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? നിങ്ങളുടെ പേരിൻ്റെ പരിഭാഷ എന്ന് പറഞ്ഞു നോക്കിയാൽ ഓരോരുത്തർ. അജ്മൽ, അജ്മലിൻ്റെ പരിഭാഷ എന്ന് പറഞ്ഞു നോക്കിയേ, എന്താർത്ഥം? മനോഹരൻ. ഇഷ്ടപ്പെടുമോ? അപ്പം നമുക്കത് ഇഷ്ടപ്പെടൂല അല്ലേ? നല്ല അർത്ഥമുള്ളവരൊക്കെ പരിഭാഷപ്പെടുത്തുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ മാത്രമല്ല, അതൊക്കെ ഇപ്പം അജ്മൽ എന്നുള്ള പേര് അത് അയാൾക്ക് വന്നു ചേർന്ന പേരാണ്. ആ പേരിനോടും അയാളും ആ പേരും നീതി പാലിക്കുമോ? ചിലപ്പോൾ നീതി പാലിക്കൂല. പക്ഷെ അള്ളാഹുവിൻ്റെ സിഫത്ത് 100% നീതി പാലിക്കുന്ന അർത്ഥം. അള്ളാഹ് റഹ്മാനാന്ന് പറഞ്ഞാൽ 100% നീതിയായിരിക്കും. അള്ളാഹ് റഹീമ എന്ന് പറഞ്ഞാൽ 100% നീതിയായിരിക്കും. ആ പേരുണ്ട് അള്ളാഹു മുത്തസിഫും ബി സിഫാത്തിഹിന. ആ പേരിന് അള്ളാഹു 100% ആ പേരിനോട് നീതി പാലിച്ചതായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നാണ് ഈ പറഞ്ഞത്. അസ്മാ സിഫാത്തില് അതുകൊണ്ടാണ് അസ്മാവ് വേറെ സിഫാത്ത് വേറെ എന്ന് പറയാൻ കാരണം. നമ്മൾ പരമാവധി അള്ളാഹ് എന്ന് തന്നെ പറയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതും ഉപയോഗിക്കേണ്ടതും എല്ലാം. ഇനി ഞാൻ പറഞ്ഞില്ല, ബാക്കി 99 പുറമേ ഉള്ളതുണ്ട്. ചിലത് ഇത് പെടാത്തതുണ്ട്. അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നവനാണ് അല്ലേ? അള്ളാഹു ഖൈറുൽ മാക്കിരീൻ എന്ന് പറഞ്ഞു. തന്ത്രം പ്രയോഗിക്കുന്നവന് അള്ളാഹു മറ്റുള്ള അള്ളാഹു പരിഹസിക്കുമെന്ന് പ്രയോഗിച്ചത്. അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ മുസ്തഹസി എന്ന് പേര് വിളിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിനെ ആ പേര് വിളിക്കാൻ പറ്റൂല. അപ്പൊ എന്താണോ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ട് അതേ പറയാൻ പറ്റുള്ളൂ, അതിന് അപ്പുറത്ത് പറയാൻ പറ്റില്ല എന്ന് പറയേണ്ട അർത്ഥം. നമുക്കിഷ്ടമുള്ളതൊന്നും ചിലപ്പോൾ പറയണില്ല. അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി, അത് പേരായിട്ട് അള്ളാഹുവിന് വിളിക്കാൻ പറ്റാത്ത ചില പേരുകളുണ്ട്. അത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ അതും സൂക്ഷിക്കണം. തെറ്റുണ്ട്. അങ്ങനെ പരിചയപ്പെടുത്താത്ത രൂപമാണെങ്കിൽ അപ്പം ശരി അല്ല. അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അയാളുടെ മനസ്സിലേക്ക് ഒരു രൂപം കടന്നു വരുന്ന, അങ്ങനെ കടന്നു വരാതിരിക്കട്ടെ. അങ്ങനെ രൂപം കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹു ആകെ കുറിച്ച് പറഞ്ഞത് അള്ളാഹു 100 സമാവാത്ത് മസ്നൂരിഹിന, പ്രകാശം എന്നതാണ് ഏകപ്പാട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിശദീകരിച്ചിട്ടില്ല എന്നർത്ഥം. അപ്പം അങ്ങനത്തെ ഒരു വിചാരം കടന്നു വരാതിരിക്കലാണ് സൂക്ഷിക്കേണ്ടതാണ്. അത് ഈ പറഞ്ഞതുപോലെ ഈമാനും യഖീനും ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിലേക്ക് അത് വരില്ല. ദുർബലമാകുമ്പോഴാണ് പിശാച് സ്വാധീനിച്ചിട്ട് എന്ത് ചെയ്യുക? മാത്രമേ പരലോകത്ത് വരുമ്പോൾ അള്ളാഹു ഒരു ചോദ്യം ചോദിക്കട്ടോ, അലസ്തു ബി റബ്ബിക്കും, ഞാൻ തന്നെയല്ലേ നിങ്ങളുടെ അള്ളാഹ്? അതിന് ഉത്തരം പറയണം. അലസ്തു റബ്ബിക്കും, നിങ്ങൾ ഭൂമിയിൽ വെച്ച് പ്രാർത്ഥിച്ചത് അത് ഞാൻ തന്നെയല്ലേ? അപ്പൊ ആർക്കെ പറയാൻ പറ്റുള്ളൂ? ബല, ഇത് തന്നെ. അപ്പോൾ അവരുടെ മുമ്പിലാണ് അള്ളാഹ് ശരിയായ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുള്ളൂ. അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദിൽ അടിയുറച്ച് അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൽ ഈമാനിൽ അടിയുറച്ച് നിലനിൽക്കുവാനും അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാനും മരണം വരെയും അതിൽ നിലനിർത്തുവാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്മാരുടെയും സഹാബത്തിൻ്റെയും കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.